ഷാലോസ് മ്യൂസിക് റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ അടീനും കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു വെറൈറ്റി മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാൻ നല്ല അടിപൊളി കോംബോകളാണ്. 4 കോംബോകളുണ്ട്. നമ്മൾ ചെയ്യാത്ത കോംബോകൾ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ലോണം ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോംബോകളാണ്. അപ്പോൾ കുറഞ്ഞതിൽ നിന്ന് തുടങ്ങി നമുക്ക് കയറിപ്പോകാം. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് പെപ്പറോമിയയുടെ കോംബോയാണ്. പെപ്പറോമിയ നമ്മൾ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ടല്ലോ. പല പല വെറൈറ്റി പെപ്പറോമിയകൾ, നല്ല ഹൈറ്റ് വെക്കുന്ന പെപ്പറോമിയകൾ, ഇതെല്ലാം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പെപ്പറോമിയയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പെപ്പറോമിയ എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനാണ്. നമ്മൾക്ക് ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോ സഹിതം ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഹാങ് ചെയ്ത് ഇരിക്കുന്ന പരുവത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പെപ്പറോമിക്ക് അത്രയും ഇത് വന്നിട്ടില്ല. ഹാങ് ചെയ്ത് വരുന്ന അത്രയും പരുവത്തിൽ വന്നില്ല. ചിലതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഹാങ് ചെയ്യാത്ത ഒരു പരുവത്തിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കുന്നത്. ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് പെപ്പറോമിയ ഹോപ്പ് എന്ന് പറയുന്നിട്ട്. ഹോപ്പ് HOPE ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ആദ്യത്തെ വെറൈറ്റി വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലോണം ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഈ പെപ്പറോമിയയ്ക്ക് അധികം വെള്ളം ആവശ്യമില്ല കേട്ടോ. വെള്ളം പിന്നെ ഒത്തിരി കുറഞ്ഞു പോയാലും ഇലകൾ കൊഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇലകൾ കൊഴിഞ്ഞു പോകും. പക്ഷെ ഒത്തിരി കൂടിക്കഴിഞ്ഞാലും ചീഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. തുടക്കത്തിൽ മാത്രം കേട്ടോ. അതിനുശേഷം നമുക്കൊരു പ്രശ്നമില്ല. നന്നായിട്ട് നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പെപ്പറോമിയ ഹോപ്പ് എന്ന് പറയും. ഇത് ഒരു സക്കുലൻ ഒരു ഇതാണ്. അതിൻ്റെ ആ ഇലകൾക്ക് കണ്ടോ നല്ലൊരു ഫ്ലഷി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇലകളാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ. രണ്ടാമത്തെ വെറൈറ്റി പെപ്പറോമിയയുടെ തന്നെ അങ്കുലാത്തയാണ്. ഇത് ഇങ്ങനെ വരുന്നത്. ചിലർ വാട്ടർമെലൺ പെപ്പറോമിയ എന്നൊക്കെ പറയും. കറക്റ്റ് പേര് അങ്കുലാത്ത എന്നാണ്. അതിൻ്റെ ഇലയുടെ ഭംഗി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ 2 കോംബോ വരുന്നത്. ഈ 2 പ്ലാന്റിനും കൂടെ വരുന്നത് ഇത് പെപ്പറോമിയ അങ്കുലാത്ത, ഇത് പെപ്പറോമിയ ഹോപ്പ്. അപ്പോൾ ഈ 2 പ്ലാന്റിനും കൂടെ റേറ്റ് വരുന്നത് 250 ആണ്. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് നല്ല ടേബിളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന പരുവത്തിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഉണ്ട്. കുറച്ച് ഇതൊക്കെ ആവശ്യമുള്ളതാണ്. വെയിലല്ലാട്ട് ഇൻഡയറക്റ്റ് ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റും കൂടെയാണ് കേട്ടോ. ഇങ്ങനെ അടിപൊളി. ഇനി രണ്ടാമത്തെ കോംബോ എന്ന് പറയുന്നത് 4 പ്ലാന്റിൻ്റെ കോംബോയാണ് വരുന്നത്. അത് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ വെക്കാൻ പാകത്തിന് ഉള്ളതാണ്. ഇത് നമുക്ക് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സഫ്ലോറ മിനിയേച്ചർ വെറൈറ്റിയാണ് വരുന്നത്. ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് ഉണ്ടായിരിക്കുക കേട്ടോ. ഇങ്ങനെ സഫ്ലോറ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് നല്ല എൻക്വയറി ആയിരുന്നു. അത് ഒരു പോട്ടിൽ 2 എണ്ണമായിരുന്നു. ഇതിപ്പോൾ ഒരു പോട്ടിൽ 1 എണ്ണമേ ഉള്ളൂ കേട്ടോ. നമുക്കിത് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തൊക്കെ പിന്നീട് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ പറ്റുന്നതാണ്. നല്ല ഞാൻ ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ കാറ്റഗറിയിലായിട്ട് അങ്ങനെ ഒരു പ്ലാന്റ് ഇല്ല. നമ്മൾ നല്ലോണം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇൻഡോർ പ്ലാന്റ്സുകൾ ക്രമീകരിക്കുക കേട്ടോ. ചിലർ കൊണ്ടുവന്നിട്ട് ഏറ്റവും വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ചെടി ചീത്തയായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും പുറത്ത് തന്നെ വെക്കുക. ഒന്ന് നമ്മുടെ പോട്ടിങ്സിലേക്കൊക്കെ പിടിച്ചതിന് ശേഷം അകത്തേക്ക് വെക്കുക കേട്ടോ. ആദ്യത്തെ വെറൈറ്റി സഫ്ലോറ മിനിയേച്ചർ. ഇങ്ങനെ ഇതിൻ്റെ തന്നെ വലുപ്പം വയ്ക്കുന്ന ഇലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മിനിയേച്ചർ എന്ന് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ വെറൈറ്റി ബെർക്കിനാണ്. ഇത് ഇങ്ങനെയുള്ള വെറൈറ്റി ഫിലാഡൻഡൻ വെറൈറ്റിയാണ് ബെർക്കിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം വെള്ളം കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല ഹെൽത്തി ആക്കിയൊക്കെ കൊണ്ടുവരിക കേട്ടോ. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ നമ്മളൊരു ശ്രദ്ധ കൊടുത്താൽ മതി. അതിനുശേഷം ഈ പ്ലാന്റുകൾക്കൊന്നും വലിയ ശ്രദ്ധകളൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. വല്ലപ്പോഴൊക്കെ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ശ്രദ്ധകൾ മതി. മാസത്തിൽ ഒരു പ്രാവശ്യം മരുന്ന് കൊടുക്കുക, വളം കൊടുക്കുക, അങ്ങനെ മാത്രം മതി കേട്ടോ. തുടക്കത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി വെള്ളം കൊടുക്കണ്ട. നമ്മുടെ പോട്ടിമിക്സിലേക്ക് പിടിക്കുന്ന കാലഘട്ടം വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ. ഈ വെറൈറ്റി നമ്മുടെ ബെർക്കിൻ ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ. നമ്മൾ പല സൈസിൽ കൊണ്ടുവരാറുണ്ട്. ഇതൊരു ചെറിയ സൈസുള്ള പ്ലാന്റ് ആണ്. ഇനി മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ CC പ്ലാന്റ് ആണ്. ഇങ്ങനെ നമ്മളുടെ ഗ്രീൻ വെറൈറ്റി. ഇത് മിക്ക വീടുകളിലും ഉണ്ട്. പക്ഷെ എന്തോരം കിട്ടിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഇങ്ങനത്തെ തന്നെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഷൂട്ടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പാകത്തിന് എവിടെ വേണമെങ്കിലും എത്ര പോട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാമല്ലോ ഈ CC പ്ലാന്റ്. ഇങ്ങനെ. നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ
ബ്ലാങ്ക് ആയി പോണല്ലോ. മിക്കാഡോ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമേ ഫുൾ അങ്ങോട്ട് ബ്ലാങ്ക് ആയി പോകും. സാൻസവേരിയ വെറൈറ്റി ആണ് കേട്ടോ. സാൻസവേരിയ വെറൈറ്റി മിക്കാഡോ എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ 4-5 ഒക്കെ ഇതായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഇങ്ങനെ ഈ 4 വെറൈറ്റിയാണ് നമ്മളുടെ ഈ കോംബോയിലുള്ളത്. ദാ ഇങ്ങനെ സഫ്ലോറ, ബർക്കിൻ, വിസി പ്ലാന്റ്, ദാ ഈ മിക്കാഡോ, സാൻസവേരിയ വെറൈറ്റി മിക്കാഡോ. ഇങ്ങനെ 4 പ്ലാന്റിനും കൂടെ 420 ആണ്. 420 പ്ലസ് കൊറിയർ ആണ് വരുന്നത്. അപ്പോൾ താല്പര്യത്തോട് വേഗത്തിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും നല്ല പറ്റിയ ഒരു കോംബോയും കൂടെയാണ്. അപ്പോൾ ഇൻഡോറിലേക്കൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വാങ്ങിച്ചിട്ട് എപ്പോഴും ചെടി വാങ്ങിച്ച് അവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്ത് തന്നെ വെക്കുക കേട്ടോ. കുറച്ച് ദിവസം പുറത്ത് തന്നെ വെക്കുക. പക്ഷെ ഞാൻ ഇൻഡോറിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചൂടും അതിന് ഒരു ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ വേണമല്ലോ, അതൊക്കെ വ്യത്യാസം വരുമ്പോഴേക്കും ചെടി പെട്ടെന്ന് ഒട്ടും തന്നെ കിട്ടാതെ വരുമ്പോഴേക്കും ചെടി പെട്ടെന്ന് ചീത്തയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്ത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കുക എന്ന് പറയുന്നത് കേട്ടോ. അത് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് അത് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പോത്തോസും തന്നെയാണ് എല്ലാം വരുന്നത് അല്ലേ? അല്ല, നമ്മളുടെ മോൺസ്റ്റേറയും വരുന്നുണ്ട്. 4 പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉണ്ടായിരിക്കുക കേട്ടോ. 4 പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് ബ്ലാക്ക് പോത്തോസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് പോത്തോസ് എന്ന് വരും. ശരിക്കും പറഞ്ഞാൽ സിങ്കോണിയാണ്. സിങ്കോണിയം എർത്രോഫിലം എന്ന് പറഞ്ഞിട്ട് ഉള്ള വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ കേട്ടോ. നല്ല ഹൈ ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തുന്നത്. ഇതിൻ്റെ അടിഭാഗം ഒരു ബർഗണ്ടി കളറും മോൾ ഭാഗം ഒരു ബ്ലാക്ക് കലർന്നിട്ടുള്ള ഗ്രീൻ ചേർന്നിട്ടുള്ള ഒരു ഇലയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഭംഗി. പിന്നെ ഹാങ് ചെയ്ത് വരുന്ന ഒരു പരുവത്തിൽ സിങ്കോണിയം വെറൈറ്റിക്ക് അറിയാലോ, സിങ്കോണിയത്തിന്റെ ആ ഒരു ടെൻഡൻസി തന്നെയാണ് ഇതിന്. അപ്പം ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്രയും ഭംഗിയില്ലാന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഹാങ് ചെയ്ത് വിടാൻ നിൽക്കാതെ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരുകൾ പിടിച്ചോളൂ കേട്ടോ. നന്നായിട്ട് വേര് വരുന്ന പ്ലാന്റ് കൂടെയാണ് ഇത് വരുന്നത്. ഈ ഒരു സൈസ് കേട്ടോ. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മോൺസ്റ്റേറയാണ്. മോൺസ്റ്റേറ നമ്മൾ പല വെറൈറ്റി കൊണ്ടുവരാറുണ്ട്. മോൺസ്റ്റേറ ഡെലൂസിയോസ കൊണ്ടുവരാറുണ്ട്. മോൺസ്റ്റേറ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോൺസ്റ്റേറ ഒരു ബ്രോക്കൺ ഹാർട്ട് കൊണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ മോൺസ്റ്റേറയുടെ തന്നെ ഇത് പെറു എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇതും നമുക്ക് ഇടയ്ക്ക് മാത്രം വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇടയ്ക്ക് വരുന്ന അതിഥികളാണ് ഇവരൊക്കെ. അപ്പോൾ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ അത് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ താല്പര്യമുള്ളവർ. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഇങ്ങനെ പച്ച കളർ തന്നെയായിരിക്കും. പക്ഷേ ഇല ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നും. പക്ഷേ ഇതിന് ആ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹാങ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയില്ലാന്ന് തോന്നുവാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കുക കേട്ടോ. നമ്മുടെ മോൺസ്റ്റർ ബ്രോക്കൺ ഹാർട്ട് ഇല്ലേ, അതൊക്കെ പോലെ തന്നെ കേട്ടോ. ഈ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാറുള്ള എപ്പോഴും പെട്ടെന്ന് തീർന്നു പോകുന്ന നമ്മളുടെ ഇതാണ് മാർബിൾ പോത്തോസ് കേട്ടോ. ഇത് നമുക്ക് നല്ല ഡിമാൻഡാണ്. പക്ഷേ ഇങ്ങനെ തിക്ക് പോട്ടായിട്ട് ഇടയ്ക്ക് വരാറില്ല. ഇങ്ങനെ 1-2 സ്റ്റെം ആകുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തിക്ക് പോട്ട് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ എല്ലാ ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതും നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇൻഡോർ എന്ന് പറയുമ്പോൾ ഇത് വെരിഗേറ്റഡ് വെറൈറ്റി ആയതുകൊണ്ട് നന്നായിട്ട് വെളിച്ചം വേണം കേട്ടോ. വെളിച്ചം ഇല്ലെങ്കിൽ ഒരു പച്ച കളർ ഇലയായിട്ട് മാറും. അപ്പോൾ നല്ലോണം വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ ക്രമീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തിക്ക് പോട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്കിഷ്ടമാണ്. ഞാൻ അകത്ത് മിക്കവാറും കൊണ്ടുവന്ന് വെക്കാറുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഒരു പോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോട്ടിലേക്ക് ഇറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലിരുന്നോളും. ഇങ്ങനെ ഹാങ് ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ കുറ്റിയായിട്ട് നിർത്തണമെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റും ചെയ്യാം കേട്ടോ. ഇങ്ങനെ 4 വെറൈറ്റി. ഇത് നമ്മളുടെ എൻജോയ് പോത്തോസ്. 4 വെറൈറ്റിയാണ് ഈ കോംബോയിലുള്ള. ഇങ്ങനെ 4 വെറൈറ്റി. 4 വെറൈറ്റിക്കും കൂടെ ഇങ്ങനെ വരുന്നത്. 4 വെറൈറ്റിക്കും കൂടെ 500 പ്ലസ് കൊറിയറാണ് വരുന്നത്. 500 പ്ലസ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ചിലതൊക്കെ ഇത് കുറവാണ്, എണ്ണം കുറവാണ്. ഇതിനൊക്കെ എണ്ണം കുറവാണ് കേട്ടോ. അപ്പോൾ വേഗത്തിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക്, വേഗത്തിൽ തന്നെ മെസ്സേജ് തയ്യുന്നവർക്ക് വേഗത്തിൽ തന്നെ കിട്ടും. അടുത്ത കോംബോ എന്ന് പറയുന്നത് 4ാമത്തെ കോംബോ. അത് നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ. നമ്മൾ പീസ് ലില്ലിയുടെ പല വെറൈറ്റികൾ കൊണ്ടുവരാറുണ്ട്. വെള്ളത്തിൽ വളർത്താവുന്ന വെറൈറ്റി, ബ്ലാക്ക് കളറുള്ള വെറൈറ്റികൾ, പിന്നെ ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ലതാ. ഇത് നോക്കി, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല. ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ടുള്ള പോട്ടാണ് വരുന്നത് കേട്ടോ. വലിയ പോട്ടാണ് വരുന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നിറച്ചും ഷൂട്ടുകളായിട്ട് ഇങ്ങനെ. അപ്പോൾ തിക്കായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ തന്നെ പ്ലാന്റുകൾ
സെലക്ട് ചെയ്ത് സെയിൽ ചെയ്യാനും ശ്രമിക്കുന്നത് കേട്ടോ. അല്ലാത്തതുണ്ട്, എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഒട്ടുമിക്ക പേർക്കും അങ്ങനെയായിരിക്കും. ഒരു പോട്ടിൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെ തിക്കായിട്ട് നല്ല ബഞ്ചായിട്ടൊക്കെ നിൽക്കുമ്പോഴാണല്ലോ ഭംഗി വരുന്നത്. അപ്പോൾ അതേ ഒരു പരുവത്തിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡോറിലേക്കൊക്കെ പീസ് ലില്ലി അറിയാലോ, ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണെന്ന്. അപ്പോൾ ദാ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാത്തിലും പൂക്കളില്ല കേട്ടോ. പൂക്കൾ വരുന്ന പരുവത്തിലാണ്. ഇപ്പോൾ ഇത് വന്നത് കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് പ്ലാന്റുകൾ വന്നത്. അന്നേരം ചിലതിലൊന്നും മുട്ടുകൾ ചെറിയ മുട്ടായിട്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ വിരിഞ്ഞു വരുന്നുള്ളൂ. എന്നാൽ എല്ലാത്തിലും തന്നെ പൂക്കളില്ല കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദാ ഇത് കണ്ടോ, ഇതും പ്ലാന്റ് അത്രയും തന്നെയാണ്, പക്ഷെ ഇതിൽ പൂവില്ല. ഇതിൻ്റെ ഈ ഒരു ഇതിൽ പൂ വരുന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് പൂ വരുന്ന ഒരു പരുവാണ്, പക്ഷെ പൂക്കൾ പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിലും പൂക്കൾ ഉണ്ടായിരിക്കില്ല, ചിലതിൽ മാത്രമേ പൂക്കളുള്ളൂ കേട്ടോ. ഈ വെച്ചതിൽ പൂവുണ്ട്. ഇത് കണ്ടോ, പൂവുണ്ട്. അടിപൊളിയല്ലേ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പ്ലാന്റ്. നല്ല തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻഡോർ പ്ലാന്റ്സിന്റെ ക്യൂൻ എന്ന് അറിയപ്പെടുന്ന നമ്മളുടെ ബേർഡ് ഓഫ് പാരഡൈസ്. ഇതിപ്പോൾ ഈ പ്രാവശ്യം വന്നേക്കുന്നത് നമുക്ക് സിംഗിൾ ആയിട്ടാണ് സാധാരണ വരാറ്. ഈ പ്രാവശ്യം വന്നേക്കുന്ന ഒരു പോട്ടിൽ 2 എണ്ണമായിട്ടാണ്. മിക്കവാറും എല്ലായിടത്തും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഒരു പോട്ടിൽ 2 എണ്ണമായിരിക്കും വെച്ചേക്കുന്നത്. ഞാൻ ഇന്നാൾ ഒരു ഇത് കണ്ടു, ഒരു പോട്ടിൽ, വലിയ പോട്ടിൽ ഇത് 2 എണ്ണം വെച്ചിട്ട് നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 അടി 5 അടി ഹൈറ്റ് വെച്ചിട്ടുണ്ട് പ്ലാന്റിന്. അതിൻ്റെ ചോട്ടിലായിട്ട് ഇത് സെറ്റ് ചെയ്തേക്കണം. നല്ല രസമാണ്. ഇത് വലിയ പോട്ടാണ്. അപ്പോൾ ഇത് ഫുള്ള് ഇത് ഒരു 5-8 എണ്ണം ഇങ്ങനെ ചുറ്റുമായിട്ട് കവർ ചെയ്ത് നിർത്തിയേക്കുന്നു. അതിൻ്റെ ചോട് ഭാഗം കാണാൻ പറ്റാത്തതുകൊണ്ട് നല്ല രസമാണ്. ചെറിയ പോട്ടല്ല കേട്ടോ, ഒരു 12 ഇഞ്ച് 15 ഇഞ്ച് പോട്ട്, അങ്ങനെ വലിയ പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ പരുവത്തിൽ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആണല്ലോ നമുക്ക് അയക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ ഭയങ്കര ഹൈറ്റ് വെച്ച് പോകും. നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മളിപ്പോൾ കലാത്തിയ ലൂട്ടിയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഒരു പോട്ടിൽ 2 എണ്ണം അങ്ങനെ ആയിരിക്കും കേട്ടോ. എല്ലാ പോട്ടിലും അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റിനും കൂടെ ഈ 2 നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 2 പ്ലാന്റിനും കൂടെ 650 വരുന്നത്. 650 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണിത്. നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ മെസ്സേജ് അയച്ചോളൂ. താല്പര്യമുള്ള 650 പ്ലസ് കൊറിയർ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോംബോകൾ നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള 4 കോംബോകളായിരുന്നു. അപ്പോൾ ഈ കോംബോകളോ അല്ലെങ്കിൽ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കാറ്റലോഗിൻ്റെ എല്ലാ പ്ലാന്റുകളും കാറ്റലോഗിലും കൊടുത്തിട്ടുണ്ട്. കോംബോകളെല്ലാം കാറ്റലോഗിലും കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുകൂടാതെ നമുക്ക് പ്ലാന്റുകൾ വന്നേക്കുന്നത് വേഗം ഒന്ന് കാണിച്ചു പോകാം. നമ്മൾ ആദ്യമാണ് കാണിക്കാറ്, ഇതിപ്പോൾ അവസാനത്തേക്കായിട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്കിലുള്ള അഗ്ലോണിമ വെറൈറ്റികളാണ് കേട്ടോ. വേഗം കാണിച്ചു പോകുന്നത്. സ്റ്റാർഡസ്റ്റ്, പിന്നെ 10 ക്യാരറ്റ്, ഇത് കണ്ടോ 10 ക്യാരറ്റ്. പിന്നെ വരുന്നത് അഗ്ലോണിമ ബ്യൂട്ടി വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അഗ്ലോണിമ ബ്യൂട്ടി ഇതെല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. റെഡ് വെറൈറ്റി ഒക്കെ താല്പര്യമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്തോളൂ കേട്ടോ. അഗ്ലോണിമ ഡയമണ്ട് റെഡ്, ഇത് ബ്യൂട്ടി, ഇത് ഡയമണ്ട് റെഡ് കേട്ടോ. പിന്നെ വരുന്നത് പിന്നെ ചൈന റെഡ്, ചൈന പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ചൈന റെഡ്. ഈ ഒരു വെറൈറ്റി ഇത്രയും ഹൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് മറ്റുള്ള പ്ലാന്റ് പോലെയല്ല, ഇതിൻ്റെ സ്റ്റെമ്മിന് ഇച്ചിരി കനം കുറവായിരിക്കും. ഇങ്ങനെ എന്താ പറയുക, അടിഭാഗത്തിന് കുറച്ച് കനം കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇലകളും കൂടെയാണല്ലോ, ഇത് നല്ല വലിപ്പമുള്ള ഇലകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തളർന്നു പോകാനുള്ളൊരു സാധ്യത. ഇതിൻ്റെ ഇതങ്ങനെ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ചട്ടിയിൽ നട്ടതിന് ശേഷം സ്റ്റിക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഉള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നേക്കുന്ന പുതിയ വെറൈറ്റി ആയിരുന്നു. ഇത് നമ്മളുടെ പേൾ ഓഫ് മെലോ നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേര് എടുത്തിട്ടുണ്ട്. ഒത്തിരി തൈകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ 2 തൈകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിട്ടേക്കുന്നതൊക്കെ തൈകളുള്ള പ്ലാന്റുകൾ തന്നെയാണ് വിട്ടിരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇതിപ്പോൾ ഒരു വെറൈറ്റിയാണ്, തായ്ലാൻഡ് വെറൈറ്റിയാണ്. ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. നല്ല ഹൈറ്റും വെക്കുന്ന പ്ലാന്റാണ്. വേഗം തൈകളും ഉണ്ടാവുന്ന പ്ലാന്റാണ്. പിന്നെ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. എല്ലാ പോട്ടിലും തൈകളൊന്നും ഇല്ല, തൈകളും ഇല്ലാത്തതും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നേക്കുന്നത് പിങ്ക് അറോറ. പിങ്ക് അറോറ വന്നിട്ടുണ്ട്, സ്റ്റോക്കിലുണ്ട്.
പിന്നെ ഉള്ളത് വൈറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് വലിയ പ്ലാന്റ് ഇതാ, അതും സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതാ ഇത് കണ്ടോ, വൈറ്റ് ലീഫാവും, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിന്, നല്ല തിക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളും കൂടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഗ്ലോണിമ വെറൈറ്റി, അല്ല സോറി അഡീനിയം വെറൈറ്റി ഒരെണ്ണം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ദാ ഈ ഒരു കോമ്പിനേഷനിലുള്ളതാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ വന്നേക്കണതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് ഈ പ്ലാന്റിന്. ദാ ഈ ഒരു വൈറ്റും ഈ റെഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. ഞാൻ മുട്ട് നിർബന്ധിച്ച് അങ്ങോട്ട് വീഴ്ചാറിനാണ് കേട്ടോ, അങ്ങനെ ആയിപ്പോയത്. ഇത് ഡബിൾ പെറ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നതാണ്. വൈറ്റും ഒരു മജന്തയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് വിരിയിച്ച കാരണം അതിൻ്റെ പൂവിൻ്റെ ഭംഗി അങ്ങോട്ട് പോയി. പിന്നെ വരുന്നത് എന്താ, നമ്മളുടെ ചെമണ്ടോറ പാം സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് 3 ടൈപ്പിലുള്ള പാം അവൈലബിൾ ആണ്. ചെമണ്ടോറ പാം ഉണ്ട്, ബാംബു പാം ഉണ്ട്, പിന്നെ അതുകൂടാതെ അരേക്ക പാമും സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ പാമ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ഇങ്ങനെ വാങ്ങിച്ചോളൂ. ഇത് നമ്മുടെ ചെമണ്ടോറ പാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ സ്റ്റോക്കിലുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ബാംബു 5-in-1. ഇത് നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. 5-in-1 ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ. പിന്നെ ഉള്ളത് ഇത് നമ്മളുടെ ഫിലാഡൻഡ്രൻ വെറൈറ്റി മൂൺഷൈൻ, അതിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് എപ്പോഴും തീർന്നു പോകുന്നതും എപ്പോഴും എൻക്വയറി ഉള്ളത് കേട്ടോ ചോദിക്കുന്നത്. പിന്നെ ഒരു വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഹവോത്തിയ വെറൈറ്റി, ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഹവോത്തിയ വെറൈറ്റികളൊക്കെ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഈ ഹവോത്തിയുടെ പേരറിയാമോ? ഇത് ഹവോത്തിയ ട്രുങ്കാറ്റ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല അധികം കണ്ടിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഹവോത്തിയ വെറൈറ്റിയാണ്. നമ്മുടെ ഇതൊക്കെ പോലെ സക്കുലൻ, ഇതുപോലെ നമ്മുടെ ക്യാക്ടസ് ഒക്കെ പോലെ വളർത്താൻ പറ്റുന്ന വെറൈറ്റി. അപ്പം നമ്മൾ ഇത് വിടുന്നത് പോട്ട് സഹിതമായിരിക്കും കേട്ടോ വിടുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പോട്ടിൽ നിന്ന് എടുക്കണം. ഇങ്ങനെയാണ്. ഇതിന് ഒരു പേരും കൂടെ, വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, ഹോഴ്സ് ടീത്ത്. നമ്മുടെ കുതിരയുടെയൊക്കെ പല്ല് പോലെ ഇരിക്കുന്ന ഒരു ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒതുങ്ങൊന്നുമില്ല കേട്ടോ, നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ഇലകൾ ഇതൊക്കെ കേട്ടോ. ഇത് ഇലയാണോ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഷൂട്ടുകൾ വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇത്രയൊക്കെ ഹൈറ്റേ വെക്കുള്ളൂ, പക്ഷേ ഇങ്ങനെ പോട്ട് നിറഞ്ഞ് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹവോത്തിയ ട്രുങ്കാറ്റ അല്ലെങ്കിൽ ഹോഴ്സ് ടീത്ത് അതൊന്നും പറയൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് കാണിക്കാനുള്ള. അപ്പോൾ ഇത് കൂടാതെ ഉള്ള പ്ലാന്റ്സിലൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ചില വെറൈറ്റി നമ്മൾ കോംബോ കാണിച്ചതൊക്കെ ചിലത് സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്ന പ്ലാന്റ്സുകളും ഇപ്പോൾ ഈ ആഴ്ച വരുന്ന ഓർഡറുകളും ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. തിങ്കൾ തുടങ്ങി വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. ഇനി പിന്നെ അതിനുശേഷം ഇപ്പോൾ വ്യാഴാഴ്ച രാവിലെ തുടങ്ങി വരുന്നത് പിറ്റേ ആഴ്ചത്തേക്കായിരിക്കും കൊടുക്കുക കേട്ടോ. മാക്സിമം നമ്മൾ ഈ 4 ദിവസം കൊണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ അടുത്ത് വരുന്നത് നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയിലും വീഡിയോ ചെയ്യുകയാണല്ലോ, അപ്പോൾ പെൻഡിങ് വരുത്താതെ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പ്ലാൻസ് അയച്ചത് ശേഷം വിതിൻ 2 days കേരളത്തിൽ എല്ലാവർക്കും തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പറിൽ പ്ലാൻസുകൾ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയിച്ചോളൂ. കാർട്ട് ആഡ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ കാർട്ട് ആഡ് ചെയ്തിട്ടോളൂ കാറ്റലോഗിൽ നിന്ന്. പിന്നെ പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുക. പ്ലാൻസുകൾക്കൊന്നും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ വിടുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വേറെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അഗ്ലോണിമയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് എലപ്പേൻ്റെ ശല്യമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നത് എലപ്പേനെ കുറിച്ചാണ്. അപ്പോൾ എലപ്പേൻ അഗ്ലോണിമ വളർത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മാസത്തിൽ 1 പ്രാവശ്യം മരുന്ന് കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പുഴുവിൻ്റെ മരുന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തിരിക്കുക കേട്ടോ. ഒത്തിരി പേര് സങ്കടപ്പെട്ട് മെസ്സേജ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.